എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം. ശ്രീ വിശ്വ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പലതും നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് സാധാരണ മനുഷ്യർക്ക് അതിൻ്റെ വില മനസ്സിലാവുക. ഇത് പല കാര്യത്തിലും പലർക്കും അനുഭവവും ഉണ്ടായിരിക്കും. നഷ്ടപ്പെട്ടു പോകുമ്പോൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യവും ഇല്ല എന്ന് അറിയാം. പക്ഷേ ഉള്ളപ്പോൾ അതിൻ്റെ വില മാനിക്കുകയും ഇല്ല. നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ, നമ്മളെ അകമഴിഞ്ഞ് വിശ്വസിക്കുന്നവരെ, നമ്മളെ കാര്യസാധ്യത്തിനല്ലാതെ ഓർക്കുന്നവരെ, നമ്മളെ വലിയ ആപത്ത് ഘട്ടത്തിൽ സഹായിച്ചവരെ, അതുമല്ലെങ്കിൽ തക്ക സമയത്ത് ബുദ്ധി ഉപദേശിച്ച് തന്നവരെ, ഇവരെ പറ്റിയെല്ലാം ഒന്ന് ഓർത്തു നോക്കുക. അവർ കൂടെയുള്ളപ്പോൾ അവരെ പറ്റിയുള്ള ധാരണ എന്താണെന്ന്, അല്ലെങ്കിൽ നമ്മൾ അവരെ പരിഗണിക്കുന്നത് എങ്ങനെയെന്ന് ഓർത്തു നോക്കൂ. അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുന്നുണ്ടോ എന്ന്. ഒരു പക്ഷേ ഇല്ല എന്നാണ് നിങ്ങളുടെ മനസ്സ് പറയുന്നതെങ്കിൽ അതിനായി ഇനി മുതലെങ്കിലും ശ്രമിക്കണം. കാരണമറിയാമല്ലോ. ഒരിക്കൽ നമുക്ക് അത് തിരിച്ചു നൽകാനോ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കാനോ കഴിഞ്ഞില്ലെങ്കിലോ? പലരും മനസ്സിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആർക്കു വേണ്ടിയാണ് നമ്മൾ ജീവിക്കുക? അല്ലെങ്കിൽ ആരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്? അത് അറിയണമെങ്കിൽ ഒരു മാർഗമുണ്ട്. അത് ഇതാണ്. ഒന്ന് ശാന്തമായി കണ്ണടച്ച് ഇരിക്കുക. എന്നിട്ട് നിങ്ങളോടൊപ്പമുള്ളവരെ ഓരോരുത്തരെയും മനസ്സിൽ ഓർക്കുക. എന്നിട്ട് ആലോചിക്കുക, നിങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ ദുഃഖമുണ്ടാവുക എന്ന്. ആർക്കാണ് നിങ്ങളുടെ അഭാവത്തിൽ പ്രയാസമാകുന്നത് അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആർക്കാണ് എന്ന്. അതായത് നിങ്ങൾ ഇല്ല എങ്കിൽ പ്രശ്നങ്ങളിൽ പെടുന്നത് ആരായിരിക്കും എന്ന്. അത് ആരാണോ അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി ജീവിക്കുക. ബാക്കിയുള്ളവരെയെല്ലാം അവരുടെ വഴിക്ക് വിടുക. ചിലപ്പോൾ ചിലർക്ക് ഒന്നോ രണ്ടോ പേര്, ചിലപ്പോൾ ചിലർക്ക് ഒരാൾ മാത്രമേ ഉണ്ടായിരിക്കൂ. ചിലപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആരും ഉണ്ടാകില്ല. അവർ ചെയ്യേണ്ടത് ഇതാണ്. അവർക്ക് മാത്രമായി ജീവിക്കുക. ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും അനുഭവിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ആരുമില്ലാത്തവരാണ് ഭാഗ്യവാന്മാർ. പ്രിയരെ, ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാവുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന, ഉപാസന, മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമുദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.